ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കേക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ പ്ലം കേക്ക്. ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ ചെയ്തെടുക്കാനുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഈ പ്ലം കേക്ക് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റെപ്പുകളെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കുതിർത്തിയെടുക്കണം. ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വൈനോ മുന്തിരി ജ്യൂസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മൾ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ ചെയ്തെടുക്കാനുണ്ടെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണ് ഈ പ്ലം കേക്ക്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. 2 ആഴ്ചയായിട്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അതിന് കാരണം എനിക്ക് കോൾഡ് ആയതുകൊണ്ട് ശരിയായിട്ട് സൗണ്ട് ക്ലിയർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും ശരിയായിട്ട് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ പലരും വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അതുകൊണ്ടാണ് ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു 1/4 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്, ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് ഡേറ്റ്സ്, 1/4 കപ്പ് ചെറി, അതുപോലെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സും അതുപോലെ കുറച്ച് പിസ്തയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദ, അതിന് കറക്റ്റായിട്ടുള്ള അളവായിരിക്കണം നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഈ അളവ്. ഇതിപ്പോൾ ഞാൻ ഈ സിട്രസ് ഓറഞ്ച് ജ്യൂസിലാണ് കുതിർത്തിയെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മുന്തിരി ജ്യൂസോ വൈനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റാണ് കുതിർത്തി വെക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അത്രയും ടൈമില്ലെങ്കിൽ ജസ്റ്റ് ഒരു 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അല്പം സ്പൈസസ് ആണ്. അതായത് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ ഒരു ചെറിയ പീസ് ജാതിക്കയുടെ ഒരു ചെറിയ പീസ്. ഇത്രയും സാധനങ്ങൾ പൊടിച്ചെടുത്തതാണിത്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ. പട്ടയൊക്കെ ചെറിയ പീസ് എടുത്താൽ മതി. അതുപോലെ 3 ഗ്രാമ്പു, 3 ഏലക്ക. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 തവണയെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ 2 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ 1 കപ്പ് ഷുഗറാണ് ടോട്ടൽ ഇതിലോട്ട് എടുക്കുന്നത്. അതിൽ 1/2 കപ്പ് ഷുഗർ പൊടിച്ചെടുക്കാനും അതുപോലെ 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് ഷുഗർ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പട്ട, ഗ്രാമ്പു ഇവയൊന്നും പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഈ ഷുഗറിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഷുഗർ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ഓവർനൈറ്റ് കുതിർത്തി എടുത്ത ഫ്രൂട്ട്സ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ജ്യൂസിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബാലൻസുള്ള ജ്യൂസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റാണ്.
മുഴുവനായിട്ട് ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിയിലായിട്ടൊരു പാത്രം വെക്കണം, കാരണം നമ്മൾ ബാലൻസുള്ള ജ്യൂസ് അതിലേക്കാണ് പോവേണ്ടത്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ജ്യൂസൊക്കെ പെട്ടെന്ന് താഴോട്ട് പോയിക്കോളും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഏകദേശം ഒന്ന് കരിഞ്ഞ് വരുന്ന ടൈമിൽ, ഇതൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇപ്പോൾ ഷുഗറൊക്കെ ഏകദേശം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ടൈമിൽ നമുക്കിത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഷുഗറൊക്കെ കരിഞ്ഞ് പോവും. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇപ്പോൾ ഷുഗർ ഏകദേശം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടിക്കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. കണ്ടോ, ഇപ്പോൾ ഷുഗർ ഇപ്പോൾ മുഴുവനായിട്ടും മെൽറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഒരു 1 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് കാരമലൈസായി വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ടൈമിൽ ഇതിലോട്ട് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇത് തിളച്ച് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കരുത്. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലുള്ള ജ്യൂസൊക്കെ മുഴുവനായിട്ടും താഴെ പോയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ജ്യൂസ് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുണ്ടല്ലോ, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മൈദ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഫ്രൂട്ട്സ് നമ്മൾ ബാറ്ററിലോട്ട് ചേർക്കുന്ന ടൈമിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും പിസ്തയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു സോസ് പാനിലാണ് ഈ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് അല്പം സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തും ഒന്ന് കൈവച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡ് വശത്തൊന്നും ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടിയിലായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ സൈഡിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഇനി നന്നായിട്ട് ഇതിൻ്റെ മുകളിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 4 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം ലോ സ്പീഡിലും പിന്നീട് സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് ഏകദേശം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ വൈറ്റ് കളറിലുള്ള വാനില എസൻസാണ് കിട്ടിയിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 1-2 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച ഷുഗർ ഉണ്ടല്ലോ, 1/2 കപ്പ് ഷുഗർ നമ്മൾ പൊടിച്ചു വെച്ചിരുന്നല്ലോ, അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഷുഗർ മുഴുവനായിട്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഹൈ സ്പീഡിലോട്ട് മാറ്റാം. ബീറ്റർ ഹൈ സ്പീഡിലോട്ട് മാറ്റിയിട്ട് ഒരു 4-5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ എഗ്ഗിൻ്റെ ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് ഒരു വൈറ്റ് കളറായി വരും, നല്ല ഫ്ലഫി ആയിട്ട് വരും. അതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ എഗ്ഗ് ബാറ്ററൊക്കെ നന്നായിട്ട് ഫ്ലഫിയായി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് ഒരു 5-6 മിനിറ്റ് നേരം ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഷുഗർ മുഴുവനായിട്ടും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലൊരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും 1 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്യാനുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ബീറ്റർ ഓഫാക്കാതെ തന്നെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് നേരം മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി കുറച്ച് സമയം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കാരമലൈസ് ചെയ്തെടുത്ത ഷുഗർ ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് സമയം കൂടി, സെക്കൻഡുകൾ കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. അതാണ് നമ്മുടെ പ്ലം കേക്കിന് ഈ കളർ കൊടുക്കുന്നത്, ഈ ഷുഗർ കാരമലൈസ് ചേർക്കുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മളെടുത്ത സിട്രസ് മുസമ്പി ഉണ്ടല്ലോ, ഓറഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ തൊലിയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസിൻ്റെ ബാലൻസ് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക, കുത്തി ഇളക്കരുത്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ ബീറ്ററൊക്കെ താഴ്ന്നു പോകും, അപ്പോൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മൈദ കുറേശ്ശെയായിട്ട് ഒരു 2-3 തവണയായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മുഴുവൻ മൈദയും ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് ബാറ്റർ തിക്കായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂണ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഇത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, ഇതിലോട്ട് മിൽക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത് കറക്റ്റായിട്ടുള്ള അളവിൽ എടുക്കുകയാണെങ്കിൽ
തിക്കായി പോകുന്നില്ല, കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ സ്ഥലത്തും എത്തും വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 35-40 മിനിറ്റ് നേരം വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗവിൽ വെക്കുന്ന ടൈമിൽ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാന് അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് കരിയാതെ നന്നായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കനമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്യുന്ന ആ കുഞ്ഞമ്മി ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 40 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 40 മിനിറ്റിന് മുമ്പ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബേക്കായി വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് ക്ലീനായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് റിമൂവ് ചെയ്യാം. ഈ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ളത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. നമുക്ക് അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ്. ഒരു 3-4 ദിവസം വരെ നമുക്ക് ഒരു കേടും കൂടാതെ നമുക്കിത് കഴിക്കാൻ പറ്റും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലം കേക്ക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതുപോലെ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഏകദേശം 300ഓളം വീഡിയോകൾ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൾ വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.